എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യത്തെ പ്രാവശ്യമാണ് ഇത്ര രാത്രി ഒരു സമയത്ത് എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടെ ഇങ്ങനെ നടക്കുന്നു, ആരുമില്ലാതെ. സേഫ് അല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ഒന്ന് നടക്കണം തോന്നുകയാണെങ്കിൽ നമ്മൾ ഈ രാത്രി സമയത്ത് എന്തിനാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്? ദിവസം മുഴുവൻ ഉണ്ടായിട്ട് രാത്രിയിലെ സമയത്ത് എന്തിനാണ് പുറത്തിറങ്ങുന്നതെന്ന് വീട്ടുകാരും ചോദിക്കും, എനിക്കും തോന്നുമല്ലോ. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. പക്ഷെ ഇന്ന് എനിക്കങ്ങനെ തോന്നി. ഒരൊച്ചയില്ല, ഇത്ര ശാന്തമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ശബ്ദം അല്ലാണ്ട് ഇവിടെ ആരോ വീട്ടിൽ മോട്ടർ ഇട്ടത്, എവിടെയോ AC ഇട്ടത്, പിന്നെ ചെറിയ തവളയും ചെറിയ രാത്രി ഇറങ്ങുന്നതെയും ജീവികളെയൊക്കെ ഒച്ച മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഫുൾ ശാന്തമാണ്. നല്ല സുഖമുണ്ട് ഇങ്ങനെ ആകുമ്പോൾ. പൊല്യൂഷനും ഇല്ല, ഹോണടിയില്ല, ഓവറായിട്ടുള്ള ലൈറ്റില്ല, വെയിലില്ല, കാറ്റില്ല, വളരെ ശാന്തം. ആൾക്കാരില്ല, ജീവികളുമില്ല, അങ്ങനെ ഒന്നും പൂച്ച നായ ഒന്നും കാണാനില്ല, പശു, വണ്ടികളില്ല എന്നുള്ള ഏറ്റവും മെയിൻ കാര്യം. അങ്ങോട്ടേക്ക് നോക്കണം, ഒന്നും ഒരു ശബ്ദമില്ലാണ്ട് ഫുൾ ശാന്തമായിട്ടുള്ള വഴി അങ്ങ് ദൂരെ വരെ. ഇങ്ങോട്ടേക്കാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പം നല്ല സുഖമുണ്ട് ഇങ്ങനെ നടക്കാൻ. ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു കാര്യമാണിത്. അലോൺ, അതാണ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അറ്റ് നൈറ്റ്. ഞാൻ ഒറ്റയ്ക്ക് എവിടെയും പോകാത്ത ആളല്ല, പിന്നെ പുറത്തിറങ്ങാത്ത ആളല്ല. രാത്രി സമയത്തും പുറത്ത് നടന്നിട്ടുണ്ട്. കുഞ്ഞു കുട്ടിയായ സമയത്ത് അച്ഛനമ്മയൊക്കെ നടക്കാൻ കൊണ്ടുവരുന്നു. ചെറിയ കുട്ടിയായ സമയത്ത് കൈ പിടിച്ച് കൊണ്ടുവരുന്നു. അപ്പോൾ ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം തന്നെ പുറത്തിറങ്ങാറ്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം, നമ്മളെ വീട് റോഡ് ടച്ചാണ്. എന്നുവെച്ചാൽ ഉള്ള റോഡ് തൊട്ടിട്ടുണ്ട്. ഹൈവേ അങ്ങനെ തിരക്കുള്ള റോഡില്ല, ഇപ്പോൾ കണ്ട റോഡില്ലേ, അത് നമ്മൾ തൊട്ട് തന്നെയാണ് വീടുള്ള. ഗേറ്റ് അതിന് മുറ്റത്ത് തന്നെയാണ് റോഡുള്ളത്. പക്ഷെ എന്നാലും ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഞാൻ ഒന്ന് പുറത്തിറങ്ങി നടക്കാം. കാരണം ഇപ്പം 4-5 വർഷമായിട്ട് ബബിളും എപ്പോഴും കൂടെ ഉണ്ട്. അപ്പം ആവശ്യത്തിൽ കൂടുതൽ ഞാൻ ഓടും ചാടും നടക്കുകയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഞാനങ്ങനെ ചിന്തിക്കായിരുന്നത്. പക്ഷേ ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസാണ്. ഇന്ന് ഞാനിങ്ങനെ നടന്നപ്പോഴാണ് ഒരു പ്ലെയിൻ പോകുന്നുണ്ട് കേട്ടോ. ഇന്ന് ഞാനിങ്ങനെ നടന്നപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, എന്തുകൊണ്ട് ഞാൻ ഇതുവരെ നടന്നില്ല. അവനിപ്പോൾ ഇപ്പോൾ അവൻ ഉറങ്ങിയോണ്ടാണ് ഞാനിങ്ങനെ വന്നത്. അല്ലെങ്കിൽ അവൻ ഉണർന്ന് നിൽക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ പുറത്തിങ്ങനെ നടക്കുന്നുണ്ട്, അവൻ ഭയങ്കര പാനിക്കാവും, കരയും, പടയ്ക്കും, കുരയ്ക്കും ഒക്കെ ചെയ്യും, വിഷമിക്കും. എന്നെ കൊണ്ടുപോയില്ലല്ലോ എന്ന്. അവനെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുപോയി വന്നതാണെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പുറത്തിറങ്ങി കണ്ടു കഴിഞ്ഞാൽ അവന് ഭയങ്കര സങ്കടമാണ്. അവനെ കൂട്ടാണ്ട് പോയി. മാത്രമല്ല ഇവൾ ദൂരേക്ക് എന്താ പോകുന്നത്, ഞാൻ നടന്ന് ദൂരേക്ക് പോകുന്നതുകൊണ്ട് ഞാൻ ഭയങ്കര പാനിക്കാവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ അറ്റംപ്റ്റ് ചെയ്തിട്ടേ ഇല്ല. ഏതോ ഒരു പ്രാവശ്യം എനിക്ക് മുറ്റടിച്ച് വാരിയിട്ട് കുറച്ച് ദൂരേക്ക് അടിച്ചു വാരി ചവറൊന്ന് മാറ്റാൻ വേണ്ടി വന്നപ്പോൾ തന്നെ അവൻ കുറച്ച് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ കണ്ടൊരു കടയുണ്ട്. ഇവിടുന്ന് വളരെ അടുത്താണ് നമ്മളെ വീട്. ആ തെങ്ങ് കാണുന്ന വീട്, ഈ കാണുന്ന വീട് തന്നെ. ഇത്ര ദൂരം ഞാൻ വന്നപ്പോഴേക്കും പാല് വാങ്ങാൻ വേണ്ടി വന്നതാണ് ഒരു ദിവസം. അപ്പോഴേക്കും ഭയങ്കര പാനിക്കായി, കുരയ്ക്കും ബഹളമൊക്കെ ഓടുകയൊക്കെ ചെയ്തു. അപ്പോൾ അവന് സമാധാനമായിട്ടിരിക്കുന്നില്ല. അപ്പോൾ അവനെ വിഷമിപ്പിച്ചിട്ട് ഞാൻ അങ്ങനെ നടക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അത് ഫോർ ദ ലാസ്റ്റ് 5 years. ബട്ട് അവൻ വരുന്നതിന് മുന്നേ, അവൻ ഞങ്ങളുടെ ലൈഫിൽ വരുന്നതിന് മുമ്പേ, വീട്ടിൽ വരുന്നതിന് മുമ്പേ സമയം ഉണ്ടായിരുന്നല്ലോ. ഞാൻ ചെറിയ കുട്ടിയല്ലായിരുന്നു, എൻ്റെ വീട് ഇവിടെ തന്നെയായിരുന്നു, എൻ്റെ അച്ഛനമ്മ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതുപോലെ തന്നെ രാത്രി സമയം ഞാൻ വീട്ടിലുണ്ടായിരുന്നു. അതിന് മുന്നേ ഞാൻ 2 വർഷം വർക്ക് ചെയ്ത് ഓൾമോസ്റ്റ് ഫുൾ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വീട്ടിലായിരുന്നു. പക്ഷെ എന്നാലും അത് ബബിളുള്ള സമയത്ത് തന്നെയാണ്, അല്ലാത്ത സമയം ഉണ്ടാവില്ലേ, അതിന് മുന്നേ ഒരു 5 yearsൻ്റെ മുന്നിലുള്ള സമയം ഒരിക്കലും ഞാനങ്ങനെ പുറത്തിറങ്ങിയിട്ടില്ല. ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കുക, എന്തുകൊണ്ട് ഞാനങ്ങനെ ചെയ്തില്ല. ഇത്രയും ശാന്തമായിട്ടുള്ള, നമുക്ക് നമ്മൾ പറയുമ്പോൾ തന്നെ പ്രോപ്പറായിട്ട് കേൾക്കുന്ന, ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്നത് തന്നെ എൻ്റെ ശബ്ദം കുറച്ച് പരിക്കനായതുകൊണ്ടും കൂടെ ഇത്രയും സൈലൻസിൽ ആക്ച്വലി തൊട്ടടുത്തുള്ള ഫ്ലാറ്റിലൊക്കെ എക്കോ അടിച്ച് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാനിനി ആദ്യം സംസാരിക്കുന്നില്ല, കാരണം വേറെ ആൾക്ക് ശല്യമാവരുതല്ലോ. ഫോൺ വിളിച്ച് കടന്നു പോകുന്നതാണെങ്കിലൊക്കെ ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ നടക്കുമ്പോൾ വേറെ ആൾക്കാർക്ക് ശല്യമാവരുതല്ലോ. അതുകൊണ്ട് ഞാനിത് സംസാരിക്കുന്നില്ല, ഇത് വൈൻഡപ്പ് ചെയ്യാണ്. പക്ഷെ എന്നാലും ഐ ജസ്റ്റ് ഫെൽ ടു ഷെയർ ദിസ്, ഒരു യുണീക്ക് ആൻഡ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. ഇത്രയും പ്രായമായിട്ടും, കിളവിയായി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ എന്നാലും നമ്മളൊരു കിഡ്, ഇത്രയും വർഷങ്ങൾ ജീവിച്ചിട്ടും ഈ വീട്ടിലേക്ക് ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ ഒരു 15 years+ ആയി. ബബിൾ വന്നിട്ട് 5 വർഷമായിട്ടുള്ളൂ. അപ്പോൾ അതിന് മുന്നത്തെ 10 വർഷവും
അതിൻ്റെ മുന്നിലുള്ള സമയമാണെങ്കിൽ പോലും ഒറ്റയ്ക്ക് ഒരു ദിവസം പോലും ഒരു പ്രാവശ്യം പോലും ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. രാത്രി സമയത്താണെങ്കിൽ പിന്നെ പറയും വേണ്ട. രാത്രി എന്ന് പറഞ്ഞാൽ വൈകുന്നേര സമയത്തിന് ശേഷം പോലും ഞാനങ്ങനെ ഏതെങ്കിലും ആവശ്യത്തിനല്ലാണ്ട് ഒരു കട വരെ പോകാനോ, അത് മോസ്റ്റ്ലി വണ്ടിയിലായിരിക്കും, അല്ലെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ സൈക്കിളിലായിരിക്കും. പക്ഷേ ഒറ്റയ്ക്ക് നടന്നിട്ട് ഞാനിങ്ങനെ പോയിട്ടുള്ള കാര്യം എനിക്ക് ഓർമ്മയില്ല. ഒരു വണ്ടി അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ജോലി ചെയ്യുന്നവർ, കോളേജിൽ പോകുന്നവർ, സ്കൂളിൽ പോകുന്നവരൊക്കെ നാളെ മൺഡേ ആണ്. വിഷ് യു ഓൾ എ ഹാപ്പി ന്യൂ വീക്ക്. ആൻഡ് അതിന് ടിഫിൻ ഉണ്ടാക്കാൻ, കുട്ടികളെ റെഡിയാക്കാൻ, ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കാൻ, അച്ഛനും അമ്മനെ നോക്കാനൊക്കെ വേണ്ടി വീട്ടിൽ ഉണർന്നിരുന്ന് രാവിലെ തന്നെ എണീറ്റ് ടിഫിനൊക്കെ ഉണ്ടാക്കാനും കുക്ക് ചെയ്യാനും, പിന്നെ അതിന് മുന്നേ യോഗ, വാക്കിങ്, അങ്ങനെ അമ്പലത്തിൽ പോകണം, പൂജ ചെയ്യണം എന്നൊക്കെയുള്ള ആൾക്കാർ വേറെ, സ്ത്രീകൾ എസ്പെഷ്യലി. അച്ഛന്മാരും ഫാദേഴ്സും ഉണ്ടാവാർ. ഇപ്പം യങ് ഫാദേഴ്സ് ആണെങ്കിലും പഴയ അച്ഛന്മാരാണെങ്കിലും ചില ആൾക്കാർ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ മോസ്റ്റ്ലി മദേഴ്സ് ആൻഡ് മോസ്റ്റ്ലി വിമൻ, അവർക്കും ഈ റെഡിയാവുന്ന ആൾക്കാരെക്കാട്ടും സ്ട്രഗിൾ ഉണ്ട്. ബിക്കോസ് എല്ലാവരും ഡിഫറെൻറ്റ് ടിഫിൻസ് പാക്ക് ചെയ്യണം, കുട്ടികളെ ആകുമ്പോൾ കുളിപ്പിക്കണം, റെഡിയാക്കണം, യൂണിഫോം അടിയിപ്പിക്കണം, മുടി കെട്ടി കൊടുക്കണം, അതൊക്കെ പല സംഭവങ്ങളുണ്ടാവും. അപ്പം എല്ലാവർക്കും ഒരു സ്ട്രെസ് ലെസ് ബ്യൂട്ടിഫുൾ വീക്ക് വിഷ് ചെയ്യുന്നു. ഹാപ്പി മൺഡേ ഓൾറെഡി എല്ലാവർക്കും. ആൻഡ് ഹോപ്പ് യു ഹാവ് എ നൈസ് റിലാക്സിങ് ആൻഡ് ബ്യൂട്ടിഫുൾ സ്ലീപ്പ്. അടിപൊളി സ്വപ്നങ്ങളൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് നാളെ ഫ്രഷ് ആയിട്ട് ഉണരുക. ആൻഡ് അടിപൊളിയായിട്ട് ദിവസം സ്റ്റാർട്ട് ചെയ്യാം. അപ്പം 2 റൗണ്ടും കൂടെ അടിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോകും. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ഉറക്കം വരികയായിരിക്കും. കുറച്ച് കാറ്റടിക്കുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ കാറ്റടിച്ചില്ല. കുറച്ച് കാറ്റടിക്കുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ സുഖം ഉണ്ടായിരുന്നേ. പക്ഷേ ഇറ്റ്സ് ഓക്കെ, എല്ലാം കൂടെ ഒരു ദിവസം സംഭവിക്കില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.